എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു T20 വേൾഡ് കപ്പിൽ പലതവണ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യം തന്നെയാണ് പിച്ചുകളുടെ സ്വഭാവം. ബാറ്റർമാരെ വല്ലാതെ കുഴപ്പിക്കുന്ന പിച്ചിൽ 200 പോലും ഒരു ബാലികറാമലയെന്ന് തോന്നിപ്പിച്ച ഒരു ടൂർണമെൻറ്റ് തന്നെയായിരുന്നു T20 വേൾഡ് കപ്പ്. എന്നാൽ അതിനെല്ലാം ഇപ്പോൾ അവസാനം വന്നിരിക്കുകയാണ്. ബാറ്റിംഗ് വെടിക്കെട്ടുമായി കങ്കാരുപ്പട കളം നിറഞ്ഞപ്പോൾ നിലവിലെ ചാമ്പ്യന്മാർക്ക് തോൽവിയുടെ മടക്കം. അതെ, കരുത്തരുടെ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തകർത്ത് വിട്ടിരിക്കുകയാണ് ഓസ്ട്രേലിയ. കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാർ കഴിഞ്ഞ T20 വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാരെ അട്ടിമറിച്ച പോരാട്ടം. 36 റണ്ണിനായിരുന്നു ഇംഗ്ലണ്ടിനെ ഓസ്ട്രേലിയ തകർത്തത്. ഈ ടൂർണമെൻറ്റിലെ ആദ്യ ഡബിൾ സെഞ്ചുറി ഇന്നലെ ഓസ്ട്രേലിയയാണ് കുറിച്ചത്. 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ് നേടിയ ഓസ്ട്രേലിയക്കെതിരെ മറുപടി ബാറ്റിംഗിൽ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 165 റൺസ് എടുക്കാനേ ഇംഗ്ലണ്ടിന് സാധിച്ചുള്ളൂ. ഡേവിഡ് വാർണർ 16 പന്തിൽ 39, മിച്ചൽ മാർഷ് 25 പന്തിൽ 35, ട്രാവിസ് ഹെഡ് 18 പന്തിൽ 34 റൺസ് നേടിയിട്ടുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിന് വേണ്ടി ക്രിസ് ജോർഡാൻ 2, ലിയാം ലിവിങ്സ്റ്റൺ, മൊയ്യീൻ അലി എന്നിവർ ഓരോ വിക്കറ്റ് വീതം നേടിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ 28 പന്തിൽ 42 റൺസുമായി മികച്ച ഇന്നിംഗ്സ് കാഴ്ചവെച്ചെങ്കിൽ പോലും മധ്യനിര തകർന്നതോടെ ഇംഗ്ലണ്ടിന് തോൽവിയായിരുന്നു ഫലം. ഫിൽ സാൾട്ട് 23 പന്തിൽ 37 റൺസും നേടിയിട്ടുണ്ട്. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പാറ്റ് കമിൻസ് കഴിഞ്ഞ മത്സരത്തിൽ കളിക്കാതിരുന്ന പാറ്റ് കമിൻസ് 2 വിക്കറ്റ് 4 ഓവറിൽ 23 റൺസ് തുടങ്ങി 2 വിക്കറ്റ് നേടിയപ്പോൾ ആദം സാംബ 4 ഓവറിൽ 28 റൺസ് തുടങ്ങി 2 വിക്കറ്റ് നേടിയിട്ടുണ്ട്. സാംബയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. സോ ഈ ഒരു ടൂർണമെൻറ്റിൽ ഓസ്ട്രേലിയയുടെ രണ്ടാമത്തെ വിജയമാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അവരുടെ ആദ്യത്തെ മത്സരം സ്കോട്ട്ലാൻഡിനെതിരെ അവരുടെ ആദ്യത്തെ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സോ രണ്ടാമത്തെ ഈ ഒരു തോൽവിയും കൂടി ആയപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഇനിയുള്ള മത്സരങ്ങളെല്ലാം ജീവൻ മരണ പോരാട്ടങ്ങളുമായി മാറിയിരിക്കുകയാണ്.